പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പങ്കുവയ്ക്കാൻ ലഭിച്ചിരിക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകത്തിലെ 22-ാം അധ്യായത്തിലെ 18-ാമത്തെ തിരുവചനമാണ്. ആ വാക്യം ഇതാണ്: നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ പുത്രനിലൂടെ ലോകത്തെ ഞാൻ അനുഗ്രഹിക്കും. നോക്കുക, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്, എൻ്റെ കൽപ്പനകൾ പാലിച്ചതുകൊണ്ട് നിന്റെ പുത്രനിലൂടെ ഞാൻ ലോകത്തെ അനുഗ്രഹിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്ന് പറയുന്നത്, അബ്രഹാം, വാർദ്ധക്യത്തിൽ അബ്രഹാത്തിന് ഒരു മകൻ ഉണ്ടാകുന്നു. ആ മകനെ തനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്നാണ് ദൈവം അബ്രഹാത്തിനോട് പറഞ്ഞത്. ഒന്ന് ഓർത്തു നോക്കുക, വളരെ നാളത്തെ നേർച്ച കാഴ്ചകൾക്ക് ശേഷം ദൈവം പ്രസാദിച്ചിട്ട് ദൈവത്തിന്റെ വാക്കനുസരിച്ച് ഞാൻ നിനക്കൊരു പുത്രനെ തരും എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് അബ്രഹാത്തിന് ദൈവം നൽകിയ കുഞ്ഞിനെയാണ് എനിക്ക് ബലിയർപ്പിക്കണം എന്ന് ദൈവം പറയുന്നത്. യാതൊരു എതിർപ്പും കൂടാതെ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന അബ്രഹാമിന്റെ ആ വിശ്വാസത്തെയാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട്, ഒരുപാട് നന്മകൾ കിട്ടാറുണ്ട്. പക്ഷേ ഈ നന്മകളൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളുടെ രീതികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ദാനം, സമ്പത്ത് മറ്റുള്ളവർക്ക് നീ കൊടുക്കണം അല്ലെങ്കിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യൂ? ഒരിക്കലും ഇല്ല. നമ്മൾ വേറെ പണി നോക്കെന്ന് പറയും. അതല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കത്തില്ല. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം, തനിക്ക് കിട്ടിയതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടല്ല, അത് ദൈവത്തിന്റെ ദാനമായിരുന്നു, അല്ലെങ്കിൽ ദൈവകൃപയാലാണ് എനിക്ക് ലഭിച്ചത് എന്നൊരു ചിന്ത വരുമ്പോൾ, അതായത് നമ്മളുടെ കഴിവിൽ നമ്മൾ അഹങ്കരിക്കരുത്. നമ്മുടെ സമ്പത്തിലും നമ്മുടെ സൗന്ദര്യത്തിലും നമ്മുടെ കഴിവിലും നമ്മൾ അഹങ്കരിക്കാതെ, നമ്മൾക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, നമ്മൾക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ മനുഷ്യരാകുന്നത്. നമ്മൾ മനുഷ്യത്വമുള്ളവരായിട്ട് മാറണം. അതല്ലെങ്കിൽ മനുഷ്യൻ മൃഗതുല്യമാണ്. മനുഷ്യനും ഒരു മൃഗം തന്നെയല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ മൃഗങ്ങളുമായിട്ട് എന്താ വ്യത്യാസമുള്ളത്? മറ്റുള്ളവരോട് സഹാനുഭൂതിയും അവരോട് സ്നേഹവും അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളാലാവുന്ന കാര്യങ്ങൾ ചെയ്യണം. പലപ്പോഴും അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇപ്പോൾ തന്നെ പലരും ഇതേപോലുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് അവരൊരു അഭ്യർത്ഥന നടത്താറുണ്ട്, ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ച് അത് കാണുന്നവർക്ക് യാതൊരു നഷ്ടവും വരാറില്ല. പക്ഷേ എങ്കിൽ പോലും എന്തോ ഒരു ചെറിയ ഒരു വൈക്ലഭ്യം. അതുകൊണ്ട് എന്താണ്, നമ്മളത് സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. എന്തിനു വേണ്ടിയാണ് എന്ന് വിചാരിക്കും. ഇതൊക്കെ തന്നെയാണ് നമ്മളൊരു മനോഭാവം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ അത് പാഴാക്കരുത്, അത് ചെയ്യണം. അതിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മളുടെ തലമുറയായിരിക്കും, നമ്മളുടെ മക്കളായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നേരുന്നു. വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നമ്മൾക്ക് നാളെ കാണാം.